കമ്പനി എനിക്ക് നിങ്ങളെ റിവ്യൂ ചെയ്ത് കാണിക്കാനായിട്ട് ഒരു യൂണിറ്റ് അയച്ചു തന്നു. ഈ ഒരു യൂണിറ്റ് വർക്ക് ചെയ്ത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞാൻ എൻ്റെ സ്വന്തം കയ്യിൽ നിന്ന് ക്യാഷ് കൊടുത്ത് മറ്റൊരു യൂണിറ്റ് വാങ്ങി. അതാണ് ഈ ഇരിക്കുന്ന മുതൽ. ഏതാണ്? സെബ്രോണിക്സിൻ്റെ എക്സോൺ 200 എന്ന പോർട്ടബിൾ ബ്ലൂടൂത്ത് സ്പീക്കർ. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ഞാൻ വീഡിയോ മുൻപ് ചെയ്തിട്ടുണ്ട് കുറച്ച് മാസങ്ങൾക്ക് മുന്നേ. ചെറിയ സൗണ്ട് വെച്ച് കഴിഞ്ഞാൽ നല്ല ബേസ്, നല്ല പഞ്ചായിട്ടുള്ള ബേസ് കിട്ടുന്ന ഒരു ബ്ലൂടൂത്ത് സ്പീക്കറാണ് ഈ എക്സോൺ 200. പക്ഷേ നമ്മളിന്ന് ഈ ഒരു വീഡിയോയിൽ പരിചയപ്പെടാൻ പോകുന്നത് ഇതൊന്നുമല്ല. ഇത് നമ്മൾ ഓൾറെഡി പരിചയപ്പെട്ട് കഴിഞ്ഞാണല്ലോ. ഇപ്പോൾ സെബ്രോണിക്സ് ആ ഒരു എക്സോൺ സീരീസിൽ തന്നെ 500 എന്ന മറ്റൊരു മോഡൽ പുറത്തിറക്കിയിട്ടുണ്ട്. നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ അത് പരിചയപ്പെടാം. എന്തൊക്കെയാണ് അതിൻ്റെ വ്യത്യാസം, എങ്ങനെയുണ്ട്, ഇതിനേക്കാളും ബെറ്റർ ആണോ, എന്തൊക്കെയാണെന്ന് നമുക്ക് വിശദമായിട്ട് തന്നെ ഈ ഒരു വീഡിയോയിലൂടെ മനസ്സിലാക്കാം. അപ്പോൾ അതെ, ഇതാണ് നമ്മുടെ ആക്സോൺ 500. ഇതൊരു സ്ക്വയർ ട്യൂബ് ഷേപ്പിലാണ്. എന്നാൽ നമ്മുടെ ആക്സോൺ 200 അതൊരു സിലിണ്ട്രിക്കൽ ഷേപ്പിലാണ്. ഇവിടെ നമുക്ക് ഉപയോഗിച്ചിരിക്കുന്ന ഈ ഒരു മെറ്റീരിയൽ നോക്കി കഴിഞ്ഞാൽ ഇതൊരു ഫാബ്രിക് ഫിനിഷാണ്. ബോഡിയൊക്കെ നല്ല അടിപൊളിയാണ്, നല്ല സ്ട്രോങ് ആയിട്ടുള്ള ബോഡി ഉണ്ട്. ഇവിടെ ഒരു നമുക്കിങ്ങനെ ക്യാരി ചെയ്തുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട് ഒരു മെറ്റൽ ഹാൻഡിലുണ്ട്. 4150 ഗ്രാം ഭാരമുണ്ട് ഇതിന്. ഇവിടെ മുകൾ ഭാഗത്തായിട്ടാണ് നമുക്ക് ഇതിൻ്റെ കൺട്രോൾ പാനൽ കാണാൻ സാധിക്കുക. അതിന് താഴെയായിട്ട് ഈ കാണുന്ന ഭാഗം ഒരു RGB ലൈറ്റ് വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തേക്കണേണ്. അപ്പോൾ ഇവിടെ നമുക്ക് 8 സ്വിച്ചുകൾ മുകൾ ഭാഗത്ത് കാണാൻ സാധിക്കും. ഇതിൽ മൈനസും പ്ലസും അത് വോളിയം അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇനി ഈ കാണുന്ന 6 സ്വിച്ചുകളിൽ ആദ്യത്തേത് അത് നമ്മുടെ നേരത്തെ കാണിച്ച ആ ഒരു RGB ലൈറ്റ് ഉണ്ടല്ലോ, അത് ഓണാക്കാനും അതുപോലെ തന്നെ അതിൻ്റെ അനിമേഷൻസ് കളറൊക്കെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇനി ഇവിടെ രണ്ടാമത് കാണിച്ചിരിക്കുന്നത് ഇത് ഇക്വലൈസർ മോഡുകളാണ്. 3 ഇക്വലൈസർ മോഡാണ് ഈ ഒരു ബ്ലൂടൂത്ത് സ്പീക്കറിലുള്ളത്. ഈ മൂന്നാമത് കാണുന്ന സ്വിച്ച് ഇത് TWS മോഡാണ്. നമുക്ക് ഇത്തരത്തിലുള്ള മറ്റൊരു യൂണിറ്റ് കൂടി കയ്യിലുണ്ടെങ്കിൽ ഇത് പരസ്പരം TWS വെച്ചിട്ട് പെയർ ചെയ്തുകൊണ്ട് നമുക്ക് സ്റ്റീരിയോ ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. ഇനി ഇവിടെ കാണുന്ന ഈ M എന്നുള്ള സ്വിച്ച് ഉപയോഗിക്കുന്നത് മോഡ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്കിവിടെ ഓക്സ്, അതുപോലെ USB സ്റ്റോറേജ്, പിന്നെ ബ്ലൂടൂത്ത്, ഇങ്ങനെ 3 കണക്ടിവിറ്റിയാണ് ഇതിൽ ഉള്ളത്. ഇനി ഈ കാണുന്നത് പ്ലേയും പോസും ചെയ്യാൻ വേണ്ടി, നമുക്ക് ട്രാക്കുകളൊക്കെ പ്ലേയും പോസും ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നു. പിന്നെ ഈ കാണുന്നത് ഇവിടെ LED ഇൻഡിക്കേറ്റർ ഉൾപ്പെടെയുള്ള ഈ ഒരു സ്വിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പവർ ഓൺ ആക്കാനും ഓഫ് ആക്കാനുള്ളതാണ്. ഇനി ഇവിടെ നമുക്ക് ഈ ഒരു റബ്ബർ ഫ്ലാപ്പ് തുറന്നു കഴിഞ്ഞാൽ ഒന്ന് USB-C ടൈപ്പ് പോർട്ട് കാണാം, പിന്നെ ഒരു USB സാധാരണ ടൈപ്പ് പോർട്ടുണ്ട്, പിന്നെ ഓക്സ് ഇൻപുട്ട് കൊടുക്കാനുള്ള പോർട്ടുണ്ട്. അപ്പോൾ മറ്റൊരു കാര്യം നല്ല, ഇവിടെ ഈ ഒരു USB-C ടൈപ്പ് പോർട്ട് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഡിവൈസ് ചാർജ് ചെയ്യുന്നത്. ഇത് ഇൻബിൽറ്റ് ബാറ്ററി ഉണ്ട്. ആ ഇൻബിൽറ്റ് ബാറ്ററി എന്ന് പറഞ്ഞാൽ 5000 mAh ആണ്. 5 മണിക്കൂർ ഇത് വർക്ക് ചെയ്യാൻ, അതായത് ഒരു 30% 40% വോളിയത്തിലൊക്കെ ആണെങ്കിൽ 5 മണിക്കൂർ വരെ ഇത് വർക്ക് ചെയ്യും ആ ഒരു ബാറ്ററി ചാർജർ. അപ്പോൾ അത് നമുക്ക് ആവശ്യമെങ്കിൽ ഒരു പവർ ബാങ്ക് ആയിട്ടും ഉപയോഗിക്കാൻ സാധിക്കും. ഇതിൻ്റെ ഔട്ട്പുട്ട് കമ്പനി പറയുന്നത് 100 വാട്ട് RMS എന്നാണ്. അപ്പോൾ ഈ ഒരു ഔട്ട്പുട്ട് ലഭിക്കുന്നതിനായിട്ട് കമ്പനിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് 8 ഡ്രൈവറുകളാണ്. ഈ 8 ഡ്രൈവർ എന്ന് പറഞ്ഞാൽ ഒരു സൈഡിൽ 2 ഡ്രൈവറാണ്. അപ്പോൾ അത്തരത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ആ ഡ്രൈവറുകളിൽ 4 സാധാരണ ഡ്രൈവറുകളും 4 ട്യൂറ്ററുകളുമാണ്. പിന്നെ ഇതിൽ ഉപയോഗിക്കുന്ന ഡ്രൈവറുകളുടെ ഓംസ് പറഞ്ഞു കഴിഞ്ഞാൽ അത് സാധാരണ ഡ്രൈവറുകളുടെ ഓംസ് വരുന്നത് 2 ohms ആണ്. ട്യൂറ്ററുകൾ അത് 10 ohmsൻ്റെയാണ്. പിന്നെ ഇതിൻ്റെ ഫ്രീക്വൻസി റെസ്പോൺസ് പറയുന്നത് 50 Hz മുതലാണ്. അപ്പോൾ കമ്പനി പഞ്ചി ബേസ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും നമുക്ക് എത്രമാത്രം ബേസ് ഉണ്ടാവുമെന്ന് അത് ചെക്ക് ചെയ്ത് തന്നെ അറിയേണ്ടി വരും. സാധാരണ ഡ്രൈവറുകൾ അത് 6.9 സെൻറ്റിമീറ്ററിൻ്റെയും, ട്യൂറ്റർ ഡ്രൈവറുകൾ ഉപയോഗിച്ചിരിക്കുന്നത് 3.81 സെൻറ്റിമീറ്ററിൻ്റെയാണ്. പിന്നെ ബ്ലൂടൂത്ത് സ്പീക്കർ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തായാലും കയ്യിൽ തൂക്കി പിടിച്ചുകൊണ്ട് പുറത്തൊക്കെ കൊണ്ടുപോകാൻ സാധ്യതയുണ്ട് അല്ലേ, ഔട്ട്ഡോർ യൂസിന്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അതിൻ്റെ വാട്ടർ റെസിസ്റ്റൻസ് റേറ്റിംഗ് കൂടി അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും. IPX5 ആണ് ഇതിൻ്റെ വാട്ടർ റെസിസ്റ്റൻസ് റേറ്റിംഗ്. പിന്നെ ഇതിനൊരു പാസീവ് റേഡിയേറ്റർ കൂടി ഉണ്ട്. അത് താഴെയായിട്ടാണ് വെച്ചിരിക്കുന്നത്. പക്ഷെ നമ്മൾ ഈ കാണുന്ന ഭാഗം ഇത് പാസീവ് റേഡിയേറ്റർ അല്ല, ഇതൊരു സോളിഡ് ആയിട്ടുള്ള ഭാഗമാണ്. ഇതിനുള്ളിൽ കൂടി കാണുന്നതാണ് പാസീവ് റേഡിയേറ്റർ. അപ്പോൾ ഇനി നമുക്കിതൊന്ന് വർക്ക് ചെയ്ത് നോക്കാം. ഞാൻ എന്തായാലും ആദ്യം വെക്കുന്ന ഒരു 50% വോളിയത്തിലാണ്. ഇനി നമുക്ക് ഫുൾ വോളി ആക്കി നോക്കാം. മാക്സിമം വോളിയം. മാക്സിമം വോളിയം വയ്ക്കുമ്പോൾ അങ്ങനെ പതർന്നൊന്നുമില്ല. പിന്നെ ഈ പറഞ്ഞാൽ 100 വാട്ട് എന്നുള്ളത് ഇവിടെ നമ്മൾ പതിവ് പോലെ പറയുകയാണ്. അതൊന്നും നിങ്ങൾ വലിയ കാര്യമായിട്ട് എടുക്കേണ്ട. അത്യാവശ്യം വോളിയം ഉണ്ട്. ഇനി നമ്മൾ ഈ ഒരു ട്രാക്ക് പ്ലേ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇക്വലൈസർ ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കാം. എങ്ങനെയുണ്ട് വ്യത്യാസം ജസ്റ്റ് അറിഞ്ഞിരിക്കാൻ.
ഇതിൻ്റെ വില 7,999 രൂപയാണ് ഇപ്പോൾ റിപ്പബ്ലിക് ഡേ സെയിൽ നടക്കുന്ന സമയത്ത് ആമസോണിൽ നോക്കുമ്പോൾ ഇതിൻ്റെ വില. സാധാരണ സമയത്ത് എത്രയാണ് വില എന്ന് എനിക്കറിയില്ല. എന്തായാലും മാറ്റം ഉണ്ടാവും, സെപ്ട്രോണിക്സ് ആകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് മാറ്റിക്കൊണ്ടിരിക്കാറുണ്ട്. പിന്നെ ഇതിനേക്കാൾ ഒരു ചെറിയ വില വ്യത്യാസം മാത്രമേ 200-നുള്ളൂ. 200-ന് 8,499 രൂപയാണ് ഇപ്പോൾ കാണിക്കുന്നത്. അത് പക്ഷേ എനിക്ക് തോന്നുന്നു അതായിരിക്കും നിങ്ങൾ ഡീപ്പ് ബേസ്, അതായത് നല്ല പഞ്ചായിട്ടുള്ള ബേസ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ അതാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുക. ഇത് നമുക്ക് കയ്യിൽ കൊണ്ടുനടക്കാൻ എളുപ്പമാണ്, ഒതുങ്ങിയൊരു മോഡലാണ് എന്ന് മാത്രം. പിന്നെ പുതിയൊരു മോഡൽ എന്ന് പറഞ്ഞു, അത് വളരെ വാട്ട്സ് വ്യത്യാസമുണ്ട്. പക്ഷേ സൗണ്ട് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് 200-ൻ്റെയാണ്, ഇതല്ല. അതായാലും വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് പറയാം.